വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ വിഷ്ണു വന്ന് ഇറങ്ങുമ്പോൾ ആകെ ദേഷ്യത്തോടു കൂടി ഫാമ നിൽക്കുകയാണ്. അന്നേരം ബ്രോ ഇങ്ങോട്ട് കയറി വാന്ന് വില്യംസ് വിളിക്കുകയാണ്. തുടർന്ന് കയറി വാടാ മോനെ എന്ന് രാഘവൻ നായരും വിളിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ കൈ പിടിച്ച് വിഷ്ണു അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ ഫാമ ആകെയും ദേഷ്യപ്പെടുകയാണ്. നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വില്യംസിനോട് പറയുന്നുണ്ട്, ഈ ജീപ്പ് വിൽക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അന്നേരം ഉറപ്പാണോ എന്നിങ്ങനെ വില്യംസ് ചോദിക്കുമ്പോൾ അതേ ഉറപ്പാണ്, സത്യഭാമയ്ക്ക് വാക്ക് തന്നെയാണ് പ്രധാനം, കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഇവന് ഞാൻ ജീപ്പ് വിൽക്കുന്നില്ല എന്ന് വിഷ്ണുവിനെ നോക്കിയിട്ട് ഫാമ പറയുകയാണ്. അന്നേരം ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് മുകളിൽ നിൽക്കുന്ന സുസ്മിതയും അന്നേരം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ ഫാമയുടെ വാക്ക് ആദ്യം ശരിവെക്കുകയാണ്. അതെ, സത്യഭാമയ്ക്ക് വാക്ക് തന്നെയാണ് പ്രധാനം, ജീപ്പ് കൊടുക്കുന്നു എന്നും പറഞ്ഞ് വില്യംസിനെ വിളിച്ചു വരുത്തിയതും സെയിൽ ലെറ്ററിൽ ഒപ്പിട്ട് തന്നതുമൊക്കെ ഫാമ ആ വാക്ക് ഇനി തിരിച്ചെടുക്കുകയാണ്, കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ്. തുടർന്ന് ഒന്നുകൂടി ഉറപ്പാണോ എന്ന് വില്യംസ് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ്. തുടർന്ന് എങ്കിൽ ഞാൻ ഇറങ്ങുന്നു എന്നും പറഞ്ഞ് വില്യംസ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഒന്നുകൂടി പോകുമ്പോൾ 10 നാട്ടുകാരോട് 10 പേരോട് പറഞ്ഞിട്ട് പോകണം, സത്യഭാമയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്, സത്യഭാമയുടെ വാക്കിന് പുല്ല് വിലയാണ് എന്നിങ്ങനെ പറയണം എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അന്നേരം സെയിൽ ലെറ്ററിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ വാക്ക് പാലിക്കാൻ കഴിയാത്തത് ഭാമയ്ക്ക് ഒരു കുറവായിട്ട് തോന്നുന്നുണ്ട്. അന്നേരം ഭാമ അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് നിൽക്ക് എന്ന് പറയുകയാണ്. വണ്ടി വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ വില്യംസിനും ബാക്കി എല്ലാവർക്കും സന്തോഷമാവുകയാണ്. സത്യഭാമയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് രാഘവൻ നായർ അങ്ങനെ അവിടെ ആദ്യം ഭാമയുടെ പക്ഷം ചേർന്ന് പറഞ്ഞത്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കൈയും പിടിച്ച് അങ്ങ് അകത്തേക്ക് കയറുകയാണ്. കയറുമ്പോൾ സത്യഭാമ ഓർക്കുന്നുണ്ട്, പിന്നെ ദുഃസുഖത്തിലും ദുഃഖത്തിലും ഒക്കെ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണിൽ ചവിട്ടി അല്ലാതെ സ്വന്തം വെറും തറയിൽ ചവിട്ടി നിന്നേ വിഷ്ണു ഒന്ന് അധ്വാനിച്ച് നോക്കട്ടെ വല്ലതും ഉണ്ടാകുമോ എന്നൊക്കെ, അതൊക്കെ അങ്ങ് ഭാമ ഓർക്കുകയാണ്. അതിനുശേഷം അകത്തേക്ക് വരുമ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്നാക്കിയാൽ കൊള്ളാം എന്നിങ്ങനെ സത്യഭാമ പറയാം, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെങ്ങി വാങ്ങിയിട്ട് ആ ബാഗ് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇയാൾ തന്നെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് സത്യഭാമയുടെ നേരെ ബാഗ് ശാലിനി നീട്ടുമ്പോൾ പിള്ളയെന്ന് വിളിക്കുകയാണ്. തുടർന്ന് പിള്ള ആ ബാഗ് അങ്ങ് വാങ്ങുന്നുണ്ട്. അന്നേരവും ദേഷ്യത്തോടു കൂടിയാണ് ഭാമ ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ. അന്നേരവും അതേ ദേഷ്യത്തോടു കൂടി സുസ്മിതയും പുറകെ നിൽപ്പുണ്ട്. പക്ഷേ രാഘവൻ നായർക്കും പിള്ളയ്ക്കും പൊന്നിക്കുമൊക്കെ സന്തോഷമാവുകയാണ്. വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയൊക്കെ ഭാമ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇനി ആ താക്കോല് കൂടി എടുത്ത് കൊടുക്കണം സത്യാമ്മയെന്ന് വില്യംസ് പറയുമ്പോൾ പിള്ളയെന്ന് വിളിക്കുകയാണ്. തുടർന്ന് പിള്ള പോയി ജീപ്പിൽ നിന്നും താക്കോൽ എടുത്തുകൊണ്ടുവന്ന് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് വില്യംസിൻ്റെ നേരെ നീട്ടുകയാണ് സത്യഭാമ. അന്നേരം വില്യംസ് പറയുന്നുണ്ട്, വണ്ടി വാങ്ങുന്നത് ഞാനല്ല, സെയിൽ ലെറ്റർ സത്യഭാമ ഒപ്പിട്ട് കൊടുത്തത് വിഷ്ണുവിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ ഭാമ അങ്ങ് അന്തം വിടുകയാണ്. തുടർന്ന് പിള്ളയും രാഘവൻ നായരെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ അങ്ങ് ചിരിച്ച് തല ഉലുക്കിയിരിക്കുകയാണ്. അന്നേരമാണ് താൻ വായിച്ചു നോക്കാത്തതിൻ്റെ ആ ഒരു അബദ്ധം അന്നേരം ഭാമയ്ക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് താക്കോല് വിഷ്ണുവിന് നേരെ ഭാമ നീട്ടുകയാണ്. അങ്ങോട്ട് കൊടുക്കും ഭാമയെന്ന് രാഘവൻ നായർ പറയുമ്പോഴാണ് താക്കോല് നീട്ടുന്നത്. നേരം ശാലിനി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താ വാങ്ങുന്നില്ലേന്ന് ഭാമ ചോദിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ ഭാമയുടെ മുന്നിലേക്ക് വന്നിട്ട് പാറുക്കുട്ടിയുടെ കൈ കൊണ്ട് ആ താക്കോല് വാങ്ങിപ്പിക്കുകയാണ്. അന്നേരം ഭാമയ്ക്ക് അങ്ങ് വല്ലാതെ സങ്കടമാകുന്നുണ്ട്, കണ്ണൊക്കെ നിറയുകയാണ് സത്യഭാമയുടെ. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, അന്ന് അമ്മ ഞങ്ങളെ മാത്രമല്ല ഒരു വെയിലത്ത് ജീപ്പിൽ നിന്ന് ഇറക്കി വിട്ടത്, ദേ ഈ ഇവളെ കൂടിയാണ്, ഇവൾ ആരാണ് എന്നുള്ളത് അമ്മ അങ്ങ് മറന്നുപോയി. അമ്മ നൊന്ത് പ്രസവിച്ച മകള്, അതായത് ചലിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന മകളുടെ കുട്ടിയാണ് അമ്മയുടെ പേരിട്ട് വളർത്തുന്ന ഈ പാറുക്കുട്ടി. അവസാനം ഇവളെ അമ്മയ്ക്ക് അനന്തരാവകാശിയായിട്ട് കാണുകയുള്ളൂ. കിടമത്സരങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും. ആരാണ് വലുത് ആരാണ് കേമൻ എന്നുള്ളതൊക്കെ ഒരിക്കൽ കാലം തെളിയിക്കും. അന്ന് ഇവൾ മാത്രമേ അമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് അങ്ങ് വിഷമമാകുകയാണ്. അമ്മയുടെ പേരിട്ട് വളർത്തുന്ന ശ്രീ പാർവതി എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങ് വിഷമമാകുന്നുണ്ട്. പക്ഷെ രാഘവൻ നായരുടെയൊക്കെ കണ്ണ് നിറയുകയാണ്. തുടർന്ന് സെന്റിമെന്റൽ അപ്രോച്ച് ആണല്ലോ എന്ന് സുസ്മിത ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് അവളെ ഇങ്ങ് താടാന്ന് രാഘവൻ നായർ പറയുമ്പോൾ രാഘവൻ നായരുടെ മടിയിലേക്ക് കുഞ്ഞിനെ വിഷ്ണു വച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ അങ്ങ് പാറുക്കുട്ടിയെ കൊഞ്ചിക്കുന്നതൊക്കെ അങ്ങ് സന്തോഷത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും ഒക്കെ ഭാമ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാമയ്ക്ക് കുഞ്ഞിനെ എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആ സത്യഭാമയുടെ അഹങ്കാരം അങ്ങോട്ട് സമ്മതിക്കുന്നില്ല.
തുടർന്ന് വില്യംസ് പറയുകയാണ്, സത്യമേ ഞാൻ നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുകയാണ് എന്ന് തോന്നരുത്. അതേ നിങ്ങളുടെ മകൻ വിഷ്ണുവിനെ പോലെ അതേ പ്രായമാണ് എനിക്കുമുള്ളത്. മക്കളോട് മത്സരിക്കാനായിട്ട് നിൽക്കരുത്, തോറ്റുപോകും. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെയാണ് പറയുന്നത്. 8 വയസ്സുള്ള എൻ്റെ മകൻ അറിയാവുന്ന മൊബൈൽ ടെക്നോളജിയൊന്നും എനിക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ അപ്പൻ്റെ കഥ കൂടി ഞാൻ പറയാമെന്നും പറഞ്ഞ് വില്യംസ് തൻ്റെ അപ്പൻ്റെ കഥ അവിടെ പറയുന്നുണ്ട്. വല്യപ്പന് വില്യംസിൻ്റെ അപ്പനെ കൂടാതെ 8 മക്കളുണ്ടായിരുന്നു. ഈ ബാക്കിയുള്ള 8 മക്കളും വിദേശത്തൊക്കെ പോയി പഠിച്ച് ലണ്ടനിലും അമേരിക്കയിലും ഒക്കെ പോയി. പക്ഷേ വില്യംസിൻ്റെ അപ്പനാണെങ്കിൽ നേരെ പോയത് കടലിലേക്കാണ്. കടലിൽ പോയപ്പോൾ വില്യംസിൻ്റെ അപ്പൻ അവിടെ നിന്നൊരു നിധി കിട്ടി. അങ്ങനെ അത് വെച്ച് ആണ് കാശുണ്ടാക്കിയതെന്നും മട്ടാഞ്ചേരിയിൽ ഏറ്റവും വലിയ കാശുകാരനായത് വന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അവിടെയുള്ളയൊക്കെ കഥ. അവസാനം വല്യപ്പൻ വീണ് കിടന്നപ്പോൾ വെള്ളം കൊടുക്കാനും ഈ വില്യംസിൻ്റെ അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് വല്യപ്പൻ അപ്പനോട് ചോദിച്ചായിരുന്നു, നിനക്ക് കടലിൽ നിന്ന് നിധി കിട്ടി എന്ന് പറയുന്നത് ഉള്ളതാണോ എന്ന്. അന്നേരം അതേന്ന് പറഞ്ഞപ്പോൾ മനസമാധാനത്തോടു കൂടിയാണ് വല്യപ്പൻ മരിച്ചത്. പക്ഷെ പോയപ്പോഴും ഒന്നും കൊണ്ടുപോയില്ല. ആ ശരീരം അങ്ങ് പിന്നെ മണ്ണിനോട് ചേർന്നതല്ലാതെ ഒന്നും കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും കാര്യം. സ്വന്തം കൊച്ചുമകളെ എടുത്ത് താലോലിക്കാൻ മനസ്സ് വിതുമ്പുമ്പോഴും ആ വാശി കുറുകെ നിൽക്കുന്നില്ലേ. ഈ സത്യഭാമ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിക്കണം എന്നൊക്കെ അങ്ങ് വില്യംസ് പറയുന്നുണ്ട്. തുടർന്ന് വില്യംസ് പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ എന്നോട് ഈ കഥ പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു അപ്പനോട് നിധി കിട്ടി എന്നുള്ളത് എന്താണ് സംഭവം എന്ന്. അന്നേരം നിധിയൊന്നും എനിക്ക് കിട്ടിയില്ല. ആ നിധി എന്ന് പറയുന്നത് വല്യപ്പനോടുള്ള വാശിയും കഠിനാധ്വാനവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സമ്പാദിക്കാനും എനിക്ക് ഉറച്ച് നിൽക്കാനും ഒക്കെ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ കഥയൊക്കെ എല്ലാവരും ആകാംക്ഷയോടെ കേട്ട് നിൽക്കുകയാണ്. തുടർന്ന് സത്യഭാമ അങ്ങ് ചെറുതായിട്ട് വില്യംസ് ഉപദേശിക്കുകയാണ്. ഈ സമയത്ത് രാഘവൻ നായർ കുഞ്ഞിനെ ശാലിനിയുടെ കയ്യിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ എല്ലാം കേട്ട് കഴിഞ്ഞ് നിശബ്ദതയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവസാനം ഭാമ പറയുന്നുണ്ട്, വില്യംസ് വന്നത് വണ്ടി വാങ്ങാനല്ലേ, അപ്പോൾ കച്ചവടം കഴിഞ്ഞില്ലേ, എങ്കിൽ വില്യംസിന് പോകാമെന്നിങ്ങനെ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്. തുടർന്ന് ഭാമ അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോൾ മോനിതൊന്നും കാര്യമാക്കേണ്ട, അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് രാഘവൻ നായർ പറയുമ്പോൾ എൻ്റെ അമ്മയും ഏതാണ്ടൊക്കെ ഇതുപോലെ തന്നെയാണ് എന്ന് വില്യംസ് പറയുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, മോൻ്റെ അച്ഛനും അപ്പനും അമ്മച്ചിയും ഒക്കെ ഭാഗ്യം ചെയ്തവരാണ്. അവർക്കിടയിൽ എന്തെങ്കിലും ഭിന്നത ഉണ്ടായാലും അത് പരിഹരിക്കാൻ മോന് കഴിയുമല്ലോ എന്ന്. അന്നേരം അതൊക്കെ ചുമ്മാതെയാണ്. അതേ ഇപ്പോൾ കണ്ടില്ലേ സാഹചര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ വാക്കിനൊന്നൊരു വിലയും കാണില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. തുടർന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് വില്യംസ് പറയുകയാണ്. തുടർന്ന് ഞങ്ങളും ഇറങ്ങുകയാണ് എന്ന് വിഷ്ണു പറയുമ്പോൾ മോൻ ഇപ്പം തന്നെ പോകണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം കാറും കോളും ഒക്കെ നീങ്ങട്ടെ അച്ഛാ, സാഹചര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മാറുമ്പോൾ ഞങ്ങൾ വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ശാലിനിയും കൂടി ഇറങ്ങിയാണ്. തുടർന്ന് കുഞ്ഞിനോട് യാത്രയൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സത്യഭാമ ആ മുകളിലെ ബാൽക്കണിയിലേക്ക് എത്തുന്നുണ്ട്. അവർ മുറ്റത്ത് നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഭാമ കാണുകയാണ്. തുടർന്ന് തന്നോട് ഞാൻ എങ്ങനെയാണോ നന്ദി പറയേണ്ടതെന്ന് വില്യംസിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ എൻ്റെ ജീവനും ജീവിതവും ഒക്കെ താൻ തിരിച്ചു തന്നില്ലേ, അതിന് ഇതൊന്നും മതിയാകില്ല, എന്ത് തന്നാലും മതിയായില്ല, ഇതൊക്കെ ചെറിയൊരു ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് അവർ തങ്ങളെല്ലാം കെട്ടിപ്പിടിക്കുകയാണ്. തുടർന്ന് വില്യംസും കുമാരേട്ടനും അവരുടെ കാറിൽ പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി ആ താക്കോൽ വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. തുടർന്ന് പോകാമെന്ന് പറഞ്ഞ് വിഷ്ണുവും ശാലിനിയും പാറക്കുട്ടിയും കൂടി ജീപ്പെടുത്ത് പോകുന്നുണ്ട്. ഇതൊക്കെ സത്യഭാമ മുകളിൽ നിന്നങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രാഘവൻ നായരും പൊന്നിയും പിള്ളയും ഒക്കെ ഉമ്മർത്ത് നിന്ന് നോക്കുന്നുണ്ട്. തുടർന്ന് അവരങ്ങ് പോകുമ്പോൾ അഭിമാനത്തോടു കൂടി രാഘവൻ നായർ പിള്ളയോട് പറയുന്നുണ്ട്, പിള്ളയെ താൻ കണ്ടില്ലേ, രാഘവൻ നായരുടെ മകൻ പോകുന്നത്, അവൻ ഒന്നൊന്നായിട്ട് തിരിച്ചു പിടിച്ചു തുടങ്ങി, അവൻ ഇനി വിജയിക്കും, ഉയരങ്ങളിൽ എത്തുമെന്നിങ്ങനെ അഭിമാനത്തോടു കൂടി രാഘവൻ നായർ പിള്ളയോട് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയെ കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് വിഷ്ണു വണ്ടി ഓടിച്ചു പോകുന്നത്. ഒരു യുദ്ധം ജയിച്ച ഒരു പ്രതീതി തന്നെയാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ. അതേ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശാലിനിയും. തുടർന്ന് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഹാളിൽ എന്തൊക്കെ ആലോചിച്ച് സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം സുസ്മിത മുകളിൽ നിന്ന് ആ ലാൻഡിങ്ങിൽ നിന്ന് കാണുന്നുണ്ട്, ഈ തള്ള ഇത് എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നത്, അവരോട് ചായ്വ് കൂടുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരികയാണ്. എന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ്റെ ഒരു വൻമരമായിട്ട് പടർന്ന് പന്തലിച്ച് അതിൽ ആൻറ്റിയങ്ങ് ഞെരിച്ച് കളയുമെന്നുള്ളൊരു പേടിയാണോ? ഇപ്പോഴും തട്ടുകടയിൽ ദോശ ചുട്ട് തന്നെയല്ലേ ജീവിതം? ഇപ്പോൾ ഒരു പഴയ കൂട്ടുകാരനെ കണ്ടപ്പോൾ അയാൾ കുറച്ച് കാശ് കൊടുത്ത് സഹായിച്ചു. ഇതിപ്പോൾ 5 ലക്ഷം പോലും വിലയില്ലാത്ത വണ്ടി 10 ലക്ഷം, ഉടൻകൊല്ലി വണ്ടി 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു. അതിന് പകരം ആ 10 ലക്ഷം രൂപ പലിശയിൽ കൊടുത്തിരുന്നെങ്കിൽ എന്തുമാത്രം പണം സമ്പാദിക്കാമായിരുന്നു. ഇതൊക്കെ ഒരു വെറും ഷോ മാത്രമാണ്, ആൻറ്റിയുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇനി ഇവളൊന്നും നന്നാകാൻ പോകുന്നില്ല എന്ന് പറയാൻ വരുമ്പോൾ സുസ്മിതയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രാഘവൻ നായർ വരികയാണ്. ആ ഒരു വിളിയിൽ സുസ്മിതയെന്ന് വല്ലാതെ
അങ്ങനെ പേടിക്കുന്നുണ്ട്. അവർ നന്നാകില്ല എന്നൊരു ശാപവാക്ക് പോലെ പറയാൻ വരുമ്പോഴാണ് രാഘവൻ നായർ ഇടയ്ക്ക് കയറുന്നത്. ഈ സംസാരമൊന്നും ഇഷ്ടപ്പെടാതെ പൊന്നി നിൽക്കുന്നുണ്ട്, പക്ഷേ എതിർത്തൊരക്ഷരം പറയാതെ ഫാമയിൽ നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായരുടെ വിളിയിൽ ആകെ പേടിച്ചങ്ങ് സുസ്മിത നിൽക്കുകയാണ്, ഇനി എന്തു പറയും എന്നുള്ള ഒരിതിൽ. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ നല്ലൊരു ഉഗ്രൻ താക്കീത് തന്നെ സുസ്മിതയ്ക്ക് കൊടുക്കും. അവിടെ സുസ്മിതയുടെ വായ അടപ്പിക്കുകയും ചെയ്യും. സത്യഭാമ ഒരക്ഷരം മിണ്ടുകയില്ല. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.